അണ്ണാമലയോട് BJP ദേശീയ നേതൃത്വം ഒരു നീതികേട് കാണിച്ചു എന്നുള്ളൊരു അഭിപ്രായം ചില ആളുകളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷെ അതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അണ്ണാമലയ്ക്ക് വലിയ പ്രാധാന്യം, വലിയ സ്വീകാര്യതയാണ് ദേശീയ നേതൃത്വം, BJP ദേശീയ നേതൃത്വം നൽകിയത്. അദ്ദേഹം പാർട്ടിയിൽ വന്ന് ആദ്യം തന്നെ നൽകിയത് വൈസ് പ്രസിഡന്റ് സ്ഥാനമാണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനം. അധികം വൈകാതെ 10 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു. അണ്ണാമല നടത്തിയ പദയാത്ര, എൻ മണ്ണ് എൻ മക്കൾ പദയാത്രയ്ക്ക് വലിയ ഒരു പിന്തുണയാണ് BJP ദേശീയ നേതൃത്വം നൽകിയത്. അമിത്ഷാ തന്നെ നേരിട്ട് വന്ന് ആ ഒരു യാത്ര ഉദ്ഘാടനം ചെയ്തു. പിന്നെ അതുകൂടാതെ പല ഇൻ്റർനാഷണൽ ഡെലിഗേഷൻസിലൊക്കെ അംഗമായിരുന്നു അണ്ണാമലെ. പ്രധാനപ്പെട്ട പല ഇത്തരം BJPയുടെ പരിപാടിയിലൊക്കെ ഒരു പ്രധാന വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ തന്നെയാണ് അണ്ണാമലയെ BJP കണ്ടത്. സ്വാഭാവികമായിട്ടും BJP അദ്ദേഹത്തിന് ഫുൾ സപ്പോർട്ട് കൊടുത്തു. അദ്ദേഹം നന്നായിട്ട് പണിയെടുത്തു തമിഴ്നാട്ടിൽ. പക്ഷേ എന്തുകൊണ്ടോ അത് പ്രൊഡക്റ്റീവ് റിസൾട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. 11% വോട്ട് പിടിക്കാൻ BJPക്ക് സാധിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18% വോട്ട് NDA നേടി. അതൊരു വലിയ പോസിറ്റീവായുള്ള കാര്യം തന്നെയാണ്. അണ്ണാമലയുടെ ഒരു ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം BJP കേഡർ, അതായത് BJPയുടെ ഒരു കേഡറിനെ താഴെത്തട്ടിൽ വീണ്ടും സജീവമാക്കി ആ ഒരു രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ്. പക്ഷേ അത് പ്രൊഡക്റ്റീവ് ആയില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയും ADMKയും ഒരുമിച്ച് നിൽക്കുകയാണ്. വിജയ് വരുന്നത് മുമ്പുള്ള സാഹചര്യമാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 20 സീറ്റുകളെങ്കിലും ലോക്സഭയിൽ NDAക്ക് നേടാൻ സാധിക്കുകയായിരുന്നു. അപ്പം അണ്ണാമലയ്ക്ക് വേണ്ടി BJP അത്രയും വലിയ സാക്രിഫൈസ് നടത്തി എന്നുള്ളതും ഒരു വസ്തുതയാണ്. കാരണം അണ്ണാമലയുടെ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകാൻ BJP തയ്യാറായി ആ ഒരു ഗാംബ്ലിങ്ങിന് സമ്മതം നൽകിയപ്പോൾ BJPക്ക് ദേശീയ തലത്തിൽ നഷ്ടമായത് 20 ലോക്സഭാ സീറ്റുകളാണ്. അതിൻ്റെ ഒരു ഡാമേജ് എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം നഷ്ടങ്ങളൊക്കെ BJPക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടിയാണ്, മറ്റു താല്പര്യങ്ങൾ കൂടി BJPക്ക് മുന്നോട്ട് വെക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ട് ADMKയുമായി ചേർന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ പ്രൊജക്റ്റും സക്സസ് ആവണമെന്നില്ലല്ലോ, ചിലതൊക്കെ ഫെയിലിയർ ആവും എന്നുള്ളതും ഒരു വസ്തുതയാണ്. എന്തായാലും അണ്ണാമലയും BJPയും രണ്ട് ഭാഗത്തേക്ക് താൽക്കാലികമായി പിരിഞ്ഞു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അണ്ണാമലയ്ക്ക് ദേശീയതയ്ക്കൊപ്പം തന്നെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. BJPയിലേക്ക് അദ്ദേഹം അധികം വൈകാതെ വരും. അത് ഏത് രീതിയിലാണ്, ഒരു ഇല എന്നുള്ള രീതിയിലാണോ, അല്ലെങ്കിൽ അദ്ദേഹം വീണ്ടും ഒരു നേതാവായിട്ടാണോ വരിക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും.